ഇന്നലെ എത്ര മണിക്കായിരുന്നു ഈ സ്ഫോടനം ഇവിടെ ഉണ്ടായത്? ഒരു 12 മണിയുണ്ട്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് എല്ലാവരും? അല്ല, അമ്മ ഉറങ്ങുന്നതിനും ഞാൻ ഉറങ്ങിയില്ല. അനിയൻ ഫോണിൽ കളിക്കുന്നു. ഓക്കെ. ഈ ശബ്ദം ഒരു പ്രാവശ്യം വേണ്ടേ? ഒറ്റ പ്രാവശ്യം പൊട്ടിക്കുള്ളൂ. അതെല്ലാം ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആകെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പം പുറത്ത് എന്തെങ്കിലും? ഇല്ല, പുറത്തൊന്നും ആരുമില്ലേ. പിന്നെ അനിയൻ പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇറങ്ങണ്ടാണ്. അപ്പോൾ കുറച്ച് പാർട്ടി പ്രവർത്തകർ ഓരോ വിളിച്ച് വന്ന് ഓരോ നോക്കിയപ്പോൾ ഇവിടെ ഒന്നും ആരെയും കണ്ടില്ല. പിന്നെ പോലീസിൽ അറിയിച്ചു. അപ്പോൾ പോലീസൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഈ ലഹരി വിൽപ്പനയൊക്കെ ഇവിടെ സജീവമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ കേട്ട് ശീലമുണ്ടെന്നല്ലാണ്ട് ഇതുവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. മെയിനായിട്ട് ഇതിനകത്തിപ്പോൾ ചെറിയ കുട്ടികളാണ്. ഈ സ്കൂൾ കുട്ടികളായാലും പകുതി കുട്ടികൾ അങ്ങനത്തെ കുട്ടികളാണുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്തിയാൽ ഇനി വരുന്ന തലമുറയാണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് മോചിപ്പിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അത് ഇതിനെതിരെ പോലീസ് ശക്തമായൊരു തീരുമാനം എടുക്കുകയും പിന്നെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഈ ലഹരി അതിനനുസരിച്ച് എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നിട്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങളിലൂടെ നടത്തണം എന്ന് പറയുന്നത്. എൻ്റെ റൂമിലായിരുന്നു. അപ്പോൾ റൂമിൽ ജനലുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അത് മുറ്റത്ത് വീണ് പൊട്ടുകയുണ്ടായിരുന്നത്. അത് ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അത് മുറ്റത്ത് നിന്നുണ്ടായി പൊട്ടി പോയതാണ്. ആരെങ്കിലും സംശയമുണ്ടോ ഈ കാര്യമായിട്ട്? ചെറിയൊരു സംശയമുള്ള ആളായിട്ട് പോലീസായിട്ട് ബന്ധപ്പെട്ട് കേസ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഉത്സവം ഇവിടെ നടന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ നിങ്ങൾ? അത് ഈ ലഹരി മാഫിയായിട്ട് തമ്മിൽ ഈ സ്ത്രീകളെ ശല്യം ചെയ്ത പേരിൽ ഞങ്ങളൊന്ന് വാക്ക് തർക്കമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കുമെന്ന് ചെറിയൊരു സംശയമുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ പോലീസിനോടും പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി സ്ഥാനങ്ങളോടൊക്കെ പറയുന്നുണ്ടോ? ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഒലയ്ക്ക് കൃത്യമായിട്ട് നീങ്ങി ഒലിവർക്ക് കൃത്യമായൊരു നടപടി. സംഭവം അറിഞ്ഞപ്പോൾ ഇവിടെ ആരൊക്കെ എത്തി? ഇവിടെ സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയോട് ഞാൻ എൻ്റെ മേഖലാ സെക്രട്ടറി അപ്പോൾ സഹാക്കൾ അയാളുടെ മേഖലാ കമ്മിറ്റി മെമ്പർമാരും അയാളുടെ സഹാക്കളും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ കേൾപ്പിച്ചു. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞൊരു പോലീസ് വന്നു.